ഇടുക്കി തൊടുപുഴ മുട്ടം സബ് ജയിലിൽ റിമാൻഡ് പ്രതി ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. NDPS കേസിൽ അറസ്റ്റിലായ യുവാവാണ് ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. യുവാവ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ആരോഗ്യ പ്രശ്നത്തിൽ വലിയ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലാണ് കൊല്ലം സ്വദേശിയായ ഒരാളെയും അതോടൊപ്പം തന്നെ കണ്ണൂർ സ്വദേശിയായ ഒരാളെയും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൊടുപുഴ പോലീസ് മണക്കാട് നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 5 LSD സ്റ്റാമ്പും ഏതാണ്ട് 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടികൂടിയത്. അതിനുശേഷം ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്നലെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരികെ ഇന്നലെ ജയിലിലേക്ക് എത്തിച്ച് ഇന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ കൊല്ലം സ്വദേശിയായ സജിത്താണ് ഇന്ന് ഉച്ചയോടുകൂടി ജയിലിലെ ടോയ്ലറ്റിലുണ്ടായിരുന്ന ടോയ്ലറ്റ് ക്ലീനർ എടുത്ത് കുടിക്കുകയും തുടർന്ന് അവശ നിലയിലാകുകയും ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരാണ് പെട്ടെന്ന് സംഭവം ജയിൽ അധികൃതരെ അറിയിക്കുന്നത്. അവർ പിന്നീട് പെട്ടെന്ന് അവിടെ നിന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഇടുക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ശരി, തൊടുപുഴ മുട്ടം സബ് ജയിലിലാണ് റിമാൻഡ് പ്രതി ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ.